സർവ്വലോകത്തിൻ്റെയും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വ്യക്തമായ സ്വാതന്ത്ര്യം വിവിധ നിലകളിൽ നാം അനുഭവിക്കുകയും അതിനനുസാരമായി ജീവിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും സ്വാതന്ത്ര്യമുള്ളപ്പോഴും അറിയാത്ത പല അടിമത്തങ്ങളും അനേക തരത്തിൽ നമ്മളെ ബാധിക്കുകയും അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് ലഭ്യമാകേണ്ടുന്ന സ്വാതന്ത്ര്യം അത് ഉപയോഗിക്കുവാൻ കഴിയാതെ വണ്ണം നാം അടിമത്തത്തിന് കീഴിൽ വീണുപോവുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ആ സ്വാതന്ത്ര്യം പല നിലകളിൽ നാം ഓരോരുത്തരും അനേക വർഷങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നാം മനസ്സിലാക്കുമ്പോൾ 2020 മാർച്ച് മാസം മുതൽ ഒരു പരിധിവരെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. യാത്രാ സ്വാതന്ത്ര്യമില്ലാത്തവരായി നാം തീർന്നു. അതുപോലെ തന്നെ മറ്റ് അനേക തരത്തിലുള്ള സ്വാതന്ത്ര്യം, ഒരുമിച്ച് കൂടുവാനും വിവാഹങ്ങൾ എല്ലാവരുടെയും സന്തോഷപ്രകാരം നടത്തുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. കാരണം ഒരു ചെറിയ വൈറസ്, കൊറോണ വൈറസ്, അത് ഇന്ത്യയെ എന്ന് മാത്രമല്ല ലോകം മുഴുവനെയും ബാധിച്ചു. വിമാനങ്ങൾ നിർത്തപ്പെട്ടു, ട്രെയിനുകൾ നിർത്തപ്പെട്ടു. ഒരുപക്ഷെ നമ്മുടെ ഭാവനയിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള അസ്വാതന്ത്ര്യം നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ പാപത്തിൻ്റെ അടിമകളായിരുന്ന എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ യേശു പാപത്തിൻ്റെ മേൽ, രോഗത്തിൻ്റെ മേൽ, പ്രതിസന്ധികളുടെ മേൽ സ്വാതന്ത്ര്യം കൽപ്പിച്ചു. 81 സങ്കീർത്തനം 6 വാക്യം. അവിടെ നമുക്ക് ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുവട് നീക്കി അവൻ്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു. അതേ, ദൈവശക്തി പ്രകാരം മനുഷ്യൻ്റെ അടിമത്തങ്ങളെ യേശു കാൽവറിയിലൂടെ മാറ്റി. എന്നാലും നാം അറിയേണ്ടുന്ന ചില പ്രധാന വിഷയങ്ങൾ, നാം ഈ സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ പ്രാപിക്കുമ്പോഴും അറിയാത്ത, നാം പ്രതീക്ഷിക്കാത്ത ചില അസ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത ചില അടിമത്തങ്ങൾ നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തെ നാം അറിയാതെ ബാധിക്കുകയും പലപ്പോഴും നാം അടിമകളായി പോവുകയും ചെയ്യുന്നു. എന്താണ് അപ്രകാരമുള്ള അടിമത്തങ്ങൾ? 1, നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കായി ചിന്തിക്കുവാനും ദോഷവും നിരൂപിക്കുന്ന അടിമത്തങ്ങൾ. 2, ദൈവത്തെ മറക്കുവാൻ പ്രേരിപ്പിക്കുന്ന ചിന്താഗതികൾ. 3, നമ്മളിലുണ്ടാകുന്ന അനുസരണമില്ലായ്മ. 4, വിദ്വേഷം, കോപം, ജഡമോഹം എന്നുവേണ്ട ആത്മീക ചിന്തകൾക്ക് വിപരീതമായി, ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് വിപരീതമായി നമ്മളെ പലപ്പോഴും പ്രലോഭിപ്പിക്കുകയും വീഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെല്ലാം നമ്മുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിന് വിപരീതമായി നിൽക്കുന്ന അടിമത്തങ്ങളാണ്. റോമാലേഖനം 8 അധ്യായം അതിൻ്റെ 19 വാക്യം വായിക്കുമ്പോൾ അവിടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും സമർപ്പിക്കാതെ അവയവങ്ങളെ വിശുദ്ധിക്കും നീതിക്കുമായി സമർപ്പിപ്പി. അപ്പോൾ നമ്മളുടെ ശരീരാവയവങ്ങളോട് ബാധിക്കുന്ന ചില അധർമ്മങ്ങൾ, അശുദ്ധികൾ, അങ്ങനെയുള്ള ജീവിത നിലവാരങ്ങൾ. പിന്നെയും റോമാലേഖനം 8:20 വാക്യത്തിൽ വായിക്കുന്നു, പാപത്തിൻ്റെ ദാസന്മാർ ആകാതിരിപ്പാൻ സൂക്ഷിക്കണം. അപ്പോൾ പാപത്തിൻ്റെ അടിമത്തം നമ്മളെ ബാധിക്കാറുണ്ട്. എന്നാൽ പാപത്തിൻ്റെ ദാസന്മാരായിരിക്കുമ്പോൾ നമ്മെ എന്തു ചെയ്തു? നീതി സംബന്ധിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഗലാത്യലേഖനം 2 അധ്യായം അതിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു യേശുവിലുള്ള സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യത്തക്കവണ്ണം
പല വിധത്തിലുള്ള അവസ്ഥകൾ നമ്മളെ ബാധിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നെയും ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ നാം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പിന്നെ എന്ത് ചെയ്യുക? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ദൈവിക ഭക്തിയിലും വിശ്വാസത്തിലും നാം ഉറച്ചു നിൽക്കേണ്ടുന്നത് ആവശ്യമാണ്. അതേ ക്രിസ്തീയ സ്വാതന്ത്ര്യം, ആത്മീയ സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭ്യമാകേണ്ടുന്ന ശക്തി, ഇവയൊക്കെ നമ്മിൽ ലഭ്യമായിരിക്കുമ്പോഴും നാം അറിയാതെ, നാം കണക്ക് കൂട്ടാതെ, നാം ചിന്തിക്കാതെ നമ്മളെ ബാധിക്കുന്ന ജഡീകതകളുടെ, താൽക്കാലികതകളുടെ, തകർച്ചകളുടേതാകുന്ന പല വിധത്തിലുള്ള പാപ സ്വഭാവങ്ങളും നമ്മളെ മൂടിയിട്ട് വിശ്വാസത്തിൽ നിന്ന്, ഭക്തിയിൽ നിന്ന്, ശക്തിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്നുള്ള തിരിച്ചറിവോടെ ക്രിസ്തുവിൽ മരണപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം നീതിയിൽ ജീവിപ്പാൻ, വിശ്വസ്തതയിൽ ജീവിപ്പാൻ നാം തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ഭീതി ആയിരുന്ന അടിമത്തത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ വിടുവിച്ചു. പിന്നെയും 1 പത്രോസ് 2:19 കാണുമ്പോൾ, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിൽ അവൻ അടിമപ്പെട്ടിരിക്കുന്നു എന്നവിടെ വായിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയിക്കുവാൻ കഴിയാത്ത അവിശ്വാസം, അതുപോലെ തന്നെ നമുക്ക് ജയിക്കുവാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ പലവിധങ്ങളാകുന്ന ജീവിതത്തിൻ്റെ തകർച്ചകൾ, ഒരുവൻ ഏതിൽ തോൽക്കുന്നുവോ അവിടെ അവൻ അടിമപ്പെട്ടിരിക്കുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നത്, നാം ജീവിതത്തിൽ വിശ്വാസ മേഖലകളിൽ, ആത്മീക മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ ഏതൊക്കെയോ വിഷയങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ തോറ്റുപോയിക്കൊണ്ടിരിക്കുക. എന്നാൽ എവിടെയൊക്കെ തോക്കുന്നുവോ അവിടെയൊക്കെ നാം അടിമത്തത്തിന് കീഴിൽ നിലനിൽക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. ആയതിനാൽ ക്രിസ്തുവിൽ ലഭ്യമായ സ്വാതന്ത്ര്യത്തോടെ നമ്മളെ അറിയാതെ ബാധിക്കുന്ന അടിമത്തങ്ങളെ വിശ്വാസത്തിൽ തോൽപ്പിച്ച് ദൈവകൃപയിൽ അതിൻ്റെ മേൽ ജയം പ്രാപിപ്പാനുള്ള ഒരാത്മശക്തി ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിൽ നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. 2020 എന്ന് പറയുന്ന സംഭവബഹുലമാകുന്ന ഈ വർഷത്തിൽ അനേക നിലവാരത്തിലുള്ള തോൽവികൾ ഒരുപക്ഷെ നമ്മളിൽ ബാധിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഏതിൽ തോക്കുന്നുവോ അതിൽ അടിമപ്പെട്ടിരിക്കുന്നുവെന്ന് 1 പത്രോസ് 2:19 പറയുന്ന പ്രകാരം ഏതിൽ നാം തോറ്റിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള അടിമത്തങ്ങളെ ജയിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസത്തെ, ഞങ്ങളുടെ ആത്മീയതയെ തോൽപ്പിക്കുന്ന അനേക തരത്തിലുള്ള പ്രതികൂലങ്ങൾ, അനർത്ഥങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ ഏതിൽ തോൽക്കുന്നുവോ അതിൽ ജയം പ്രാപിപ്പാനുള്ള ഒരു ദൈവകൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകണം. അതിന് വിപരീതമായി പോരടിക്കുന്ന എല്ലാ അന്യായമായ ശക്തികളെയും വിശ്വാസത്താൽ ഞങ്ങൾ ജയിച്ചതിൻ്റെ മേൽ ജയം പ്രാപിക്കുന്നു. സ്വർഗം മനസ്സറിയണം, ദൈവപ്രവൃത്തി കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.